ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എക്സ്റേ ബീം റെസ്ട്രിക്റ്റേഴ്സ് ഓർ കോളിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റേ ബീം റെസ്ട്രിക്റ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് എക്സ്റേ ബീം റെസ്ട്രിക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റേ ബീമിൻ്റെ സൈസ് ആൻഡ് ഷേപ്പിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ ബീം റെസ്ട്രിക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബീം റെസ്ട്രിക്റ്റേഴ്സ് നമുക്ക് സ്കാറ്റർ റേഡിയേഷൻ കുറയ്ക്കാനും പേഷ്യൻ്റ് ഡോസ് കുറയ്ക്കാനും അതുപോലെ ഇമേജ് കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ 3 ടൈപ്പാണുള്ളത്. അപ്പേച്ചർ ഡയഫ്രം ഉണ്ട്, കോൺ ആൻഡ് സിലിണ്ടേഴ്സ് ഉണ്ട്, കോളിമേറ്റേഴ്സ് ഉണ്ട്. അപ്പേച്ചർ ഡയഫ്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊരു ഷീറ്റ് ഓഫ് ലെഡാണ്. അതിൻ്റെ നടുവിലൊരു ഹോളുണ്ട്. ആ ഒരു ഹോളാണ് ഈ ഒരു എക്സ്റേ ബീമിൻ്റെ സൈസ് ആൻഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ അപ്പേച്ചർ ഡയഫ്രം എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി കോൺ ആൻഡ് സിലിണ്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ കോൺ ആൻഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നതും ലെഡ് ഷീറ്റ്സ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും നമ്മുടെ എക്സ്റേ ബീമിൻ്റെ സൈസ് ആൻഡ് ഷേപ്പിനെ സർക്കുലർ ഷേപ്പിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കോൺ ആൻഡ് സിലിണ്ടർ എന്ന് പറയുന്നത് പെനുംബ്രേനെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് ഇമേജ് കോൺട്രാസ്റ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 3ാമത്തെ സാധനമാണ് കോളിമേറ്റർ എന്ന് പറയുന്നത്. കോളിമേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. കോളിമേറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് വ്യൂവിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കോളിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഈ ഒരു കോളിമേറ്ററിൽ നമ്മൾ കാണുന്ന ആ ഒരു ഷട്ടേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ഈ ഒരു എക്സ്റേ ബീമിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോളിമേറ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബിനോട് അതിൻ്റെ ഗ്ലാസ് വിൻഡോൻ്റെ അവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സെറ്റ്സ് ഓഫ് ലെഡ് ഷട്ടേഴ്സ് ദാറ്റ് ക്യാൻ മൂവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി. നമ്മൾ പറഞ്ഞ പോലെ 2 ഷട്ടേഴ്സ് ഉണ്ട്. ആ ഷട്ടേഴ്സ് മൂവ് ചെയ്യാം, നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി മൂവ് ചെയ്യാം. അത് നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം. ദ കോളിമേറ്റേഴ്സ് ഓൾസോ ഹാസ് എ ലൈറ്റ് ബൾബ് ആൻഡ് എ മിറർ. ഒരു ലൈറ്റ് ബൾബും മിററും ഒക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടാണ് ഈ കോളിമേറ്റേഴ്സ് ഉള്ളത്. ദ ലൈറ്റ് ബൾബ് ഈസ് പൊസിഷൻ ലാറ്ററലി ആൻഡ് ദ മിറർ ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത് ലാറ്ററലി ആയിട്ടും അതുപോലെ തന്നെ മിറർ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കോളിമേറ്റേഴ്സ് റെഗുലേറ്റ്സ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി എക്സ്റേ ബീം. ദസ് ഇറ്റ് റെഡ്യൂസസ് ദ സ്കാറ്റർ റേഡിയേഷൻ, റെഡ്യൂസസ് ദ പേഷ്യൻ്റ് ഡോസ് ആൻഡ് ഇംപ്രൂവ് ദ ഇമേജ് കോൺട്രാസ്റ്റ്. അപ്പോൾ കോളിമേറ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്റേ ബീമിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്കാറ്റർ റേഡിയേഷൻ കുറയ്ക്കുകയും പേഷ്യൻ്റ് ഡോസ് കുറയ്ക്കുകയും ഇമേജ് കോൺട്രാസ്റ്റിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സ്റേയിൽ യൂസ് ചെയ്യുന്ന ബീം റെസ്ട്രിക്റ്റേഴ്സ് അല്ലെങ്കിൽ കോളിമേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.